അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കൊമേഡിയൻ വടിവേലുവിനെതിരെ ശക്തമായി സംസാരിച്ച പ്രശസ്ത തമിഴ് നടി സോന ഹെഡൻ വീണ്ടും ചർച്ചയ്ക്ക് തിരികൊളുത്തി. കുസേലൻ എന്ന ചിത്രത്തിന് ശേഷം വടിവേലുവിനൊപ്പം അഭിനയിക്കുന്നത് മനഃപൂർവ്വം ഒഴിവാക്കിയതായി നടി വെളിപ്പെടുത്തി. തന്റെ അഭിമാനം കൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നിയതെന്നും ലാഭകരമായിരുന്നെങ്കിൽ പോലും ഓഫറുകൾ സ്വീകരിച്ചില്ലെന്നും സോന പറഞ്ഞു. ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു നാളുകൾക്ക് മുമ്പ് സോന ഇക്കാര്യം പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ അഭിനയ ജീവിതം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഈ ഇൻഡസ്ട്രിയിൽ ആരെയും വിശ്വസിക്കാനാവില്ലെന്നും നടി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അഭിനയം ഉപേക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ ഇൻഡസ്ട്രിയിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പലരും കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്കത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നത്. വടിവേലുവിനൊപ്പം അഭിനയിക്കാൻ 16 സിനിമകളുടെ ഓഫർ വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ നിരസിച്ചു. അദ്ദേഹത്തെ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വടിവേലുവിനെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാനാവില്ല. ചില കാര്യങ്ങൾ പുറത്തു പറയാനാകില്ല. എനിക്ക് ആത്മാഭിമാനമാണ് വലുത് എന്നാണ് സോന ഹെയ്ഡൻ പറഞ്ഞത്. 2025 ജൂലൈയിൽ റിലീസ് ചെയ്ത ചിത്രമാണ് മാരീഷൻ. മാമന്നൻ എന്ന ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിലും വടിവേലുവും ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. സുധീഷ് ശങ്കർ ആയിരുന്നു ചിത്ര സംവിധാനം. വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അഭിനയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി വേഷങ്ങളാണ് ചെയ്തതെങ്കിലും തനിക്ക് ക്യാരക്ടർ റോളുകളും ചെയ്യാനാകുമെന്ന് സമീപകാലത്ത് വടിവേലു തെളിയിച്ചു കഴിഞ്ഞു. മാരീഷനിലെ വടിവേലുവിന്റെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ ഹാസ്യപ്രതിഭ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച ചില അഭിനേതാക്കൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അനുഭവത്തെക്കുറിച്ച് അത്ര പ്രശംസയില്ലാത്ത അഭിപ്രായങ്ങൾ മാത്രമാണ് നൽകിയത്.